കഴിഞ്ഞ ദിവസം പത്മജ ചേച്ചിയുടെ ഒരു വീഡിയോ ക്ലിപ്പ് അവരുടെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിരുന്നു. ചേച്ചി കുറച്ചൊരു നിഷ്കളങ്കമായ ഭാവത്തിൽ ആ തോൽവിയെക്കുറിച്ചും പത്മജ ചേച്ചിയുടെ സമീപനത്തെക്കുറിച്ചും ഒക്കെ സാമൂഹ്യ മാധ്യമത്തിലൂടെ ആളുകളോട് സംസാരിക്കുകയായിരുന്നു. അതിൽ അവരുടെ രീതി, ശൈലി, അത്തരം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പത്മജ ചേച്ചി കെ കരുണാകരൻ്റെ മകൾ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ മകൻ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ആൻ്റണിയുടെ മകൻ അല്ലെങ്കിൽ മകൾ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ അതുപോലെ നേതാക്കൾ ആഗ്രഹിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആളുകളുടെ മക്കളെന്നുള്ള നിലയിൽ ആ പ്രസ്ഥാനത്തിലേക്ക് എല്ലാ സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയും ഒക്കെയാണ് അവർ കടന്നു വരുന്നത്. അങ്ങനെ ഒരാൾ കടന്നു വരുമ്പോൾ ഇപ്പോൾ ചാണ്ടി ഉമ്മനെയൊക്കെ സ്വീകരിച്ചതുപോലെ, ഒരിക്കൽ ശബരിനാഥനെ സ്വീകരിച്ചതുപോലെ ഒക്കെ വളരെ സ്നേഹത്തോടു കൂടി ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ മകൻ എന്നുള്ള നിലയിൽ പണ്ട് CHൻ്റെ മകൻ ഡോക്ടർ MK മുനീറിനെ സ്വീകരിച്ചതുപോലെയൊക്കെ ആളുകൾ ആ ഇഷ്ടത്തോടെ പ്രാഥമികമായി അവരെ സ്വീകരിക്കും. പക്ഷേ പിന്നീട് ആ ആളുകളുടെ രീതി, ശൈലി, പെരുമാറ്റം, സ്വഭാവം, അവർക്ക് ഈ ജനങ്ങളുമായി ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു കഴിവ്, താല്പര്യം, ആ താല്പര്യങ്ങളിൽ വസ്ത്രം, ഭക്ഷണം, ശൈലി, ഇതൊക്കെ നോക്കിയാണ് ജനങ്ങൾ പിന്നീട് അവരെ പൊസിഷൻ ചെയ്യുക എന്ന് പറയുന്നത്. എല്ലാവർക്കും, രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, അതുപോലെ തന്നെ ആരുടെയെങ്കിലും മക്കളായി ജനിക്കുന്ന എല്ലാവർക്കും, ആർക്കും തന്നെ ആ ജന്മം കൊണ്ട് മാത്രമോ പ്രവർത്തിക്കുന്നത് കൊണ്ട് മാത്രമോ ഒരു തിരഞ്ഞെടുപ്പിനെ വിജയിക്കാനാവില്ല. ഇനി ചേച്ചി പറഞ്ഞിട്ട് ഞാൻ ബാക്കി പറയാം. അപ്പൊ എന്താണ് ഇപ്പം പത്മജ ചെയ്യുന്നുണ്ടാവുക എന്ന് ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടെങ്കിൽ, ആലോചിക്കുന്ന എനിക്കൊന്നും തോന്നുന്നില്ല, കാരണം ഞാൻ തൃശ്ശൂരുകാർ ആലോചിക്കല്ലോ. എനിക്ക് പറയാനുള്ളത്, ഞാനിവിടെ തന്നെ ഉണ്ട്, ഞാൻ എവിടെയും പോയിട്ടില്ല. എല്ലാരും പറയുന്നത് ഇനിയൊരു ഇലക്ഷൻ ഞാൻ നിൽക്കില്ല, അങ്ങനെ ഒന്നും പറയാൻ ഞാൻ ആളില്ല. കാരണം ഇതെല്ലാം ദൈവത്തിന്റെയാണ്. എന്നെ തോൽപ്പിക്കണം എവിടെ നിന്നാലും എന്നുള്ള ഒരു രീതി, പിന്നെ അതില് മനുഷ്യന്മാരെല്ലാവരും ഒരേ രീതിയിൽ ചിന്തിക്കുന്നതാണ്. എല്ലാം അങ്ങനെ ദൈവത്തിനെ നമുക്ക് ചാർജ് ചെയ്യാനൊക്കത്തില്ല പത്മേച്ചി. ദൈവം നമ്മളെ ഒരു കുടുംബത്തിൽ ജനിപ്പിച്ചു, അതിന് നമ്മളാരും നമ്മുടെ ചോയ്സ് ഒന്നുമില്ല. ദൈവം നമ്മളെ ഇന്നാരുടെ അച്ഛൻ്റെ അമ്മയുടെ, ഇപ്പോൾ എന്നെ എൻ്റെ വാപ്പയുടെയും ഉമ്മയുടെയും മകനായി ജനിപ്പിച്ചതുപോലെ പത്മേച്ചിയെ കരുണാകരൻ സാറിൻ്റെ ഭാര്യയുടെയും മകളായി ജനിപ്പിച്ചു. പക്ഷേ അതിനുശേഷം ജനിച്ച് വളർന്ന് നമുക്ക് ബുദ്ധി, വിവേകം, തിരിച്ചറിവ് ഇതൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ പിന്നെ അതിനനുസരിച്ച് പെരുമാറുക, പ്രവർത്തിക്കുക, നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ ധാർമ്മികത, നമ്മുടെ രാഷ്ട്രീയം, നമ്മുടെ ജീവിതശൈലി, ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതെല്ലാ കാര്യങ്ങളൊന്നും ദൈവം അങ്ങനെ രാവിലെ വന്ന് പത്മജേച്ചിയോട് ഡിക്റ്റേറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു, ഇങ്ങനെ പിന്നെ ജീവിക്കാൻ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. എല്ലാവരെയും ദൈവത്തിനെ അങ്ങനെ ചെയ്തവരാണ്. ഇപ്പോൾ M. ലിജു കായംകുളത്ത് നിന്ന് ജയിച്ചു, എത്രയോ തവണ തോറ്റു അദ്ദേഹം പല കാരണങ്ങൾ കൊണ്ട്. അതുപോലെ ചിലർ ഒരിക്കൽ ജയിച്ചു, പിന്നീട് ജയിച്ചിട്ടേ ഇല്ല, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ചേച്ചി ആമുഖമായി പറഞ്ഞ ഈ ദൈവത്തെ മുൻനിർത്തി വർത്തമാനം പറയുകയും എന്നാൽ ഇനിയും നിർത്താൻ തയ്യാറല്ല, ഇനിയും ഞാൻ മത്സരിച്ചുകൊണ്ടേയിരിക്കും എന്നൊന്നും പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അതൊന്നും ദൈവനിശ്ചയമല്ല. അങ്ങനെ ദൈവം നമ്മളെ ആരെയും എടുത്ത് ഒരു പാർട്ടിയിൽ കൊണ്ടുപോവുകയും അവിടെ നിർത്തുകയും ഇലക്ഷൻ വരുമ്പോൾ നമ്മളെ എടുത്തുകൊണ്ട് പോയി നോമിനേഷൻ കൊടുക്കുകയോ ഒന്നും ചെയ്യത്തില്ല. അതൊക്കെ നമ്മുടെ യുക്തിയും നമ്മുടെ ലോജിക്കും നമ്മുടെ ഡിസിഷനുമാണ്. ചിന്തിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്നെ പറ്റി എനിക്ക് പറയാനുള്ളത്, ഞാൻ നിങ്ങളൊന്നും വിചാരിക്കുന്ന ഒരാളല്ല. ഞാനൊരു സാധാരണ മനസ്സുള്ള, എല്ലാവരോടും സ്നേഹവും ദയയും മാത്രമുള്ള ഒരു സ്ത്രീയാണ്. അതെനിക്ക് നന്ദി പറയേണ്ട എൻ്റെ അമ്മയോടാണ്. ഞാൻ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്, ഈ സ്ഥാനമാനങ്ങളൊന്നും ശാശ്വതമല്ലെന്നും ചെറിയൊരു ശ്വാസത്തിലാണ് നമ്മൾ ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പൊ അന്ന് തൊട്ട് എനിക്ക് ആർക്കെങ്കിലും അസുഖം വന്നാൽ പോലും എനിക്ക് പേടിയാണ്. അയ്യോ, അവരില്ലാണ്ട് നമ്മളെങ്ങനെ. അപ്പൊ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എൻ്റെ അച്ഛൻ പോയിട്ട് ഞാൻ ജീവിച്ചു. അപ്പൊ നമ്മൾ ജീവിക്കണം എന്ന് സംഭവിച്ചാലും ഇത്രയുള്ളൂ എനിക്കിത്. ഇത് പക്ഷേ ആ പറഞ്ഞ വാദഗതിയും ചേച്ചിയുടെ പ്രവൃത്തി കൊണ്ട് തെറ്റാണ്. ചേച്ചി പാർട്ടി മാറി BJPയിൽ ചേർന്നു, ഒരുപക്ഷെ കൂടുതൽ അധികാരം കിട്ടാനും അല്ലെങ്കിൽ കൂടുതൽ എന്തെങ്കിലും മെച്ചപ്പെട്ട ഒരു ഗുണം കിട്ടാനും വേണ്ടിയാണ്. അല്ലാതെ ആ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ആദർശത്തിൻ്റെ പേരിലാണെങ്കിൽ കെ കരുണാകരൻ്റെ മകൾ ഒരിക്കലും ആ പാർട്ടിയിൽ ചേരില്ല. പക്ഷേ പത്മേച്ചി ചേർന്നു, അതും പത്മേച്ചിയുടെ ഇഷ്ടമാണ്. പക്ഷേ അതിനുശേഷം പിന്നെ ആ അടുത്ത ദിവസങ്ങളിൽ പത്മേച്ചി പറഞ്ഞ ചില സ്റ്റേറ്റ്മെൻറ്റ്സുകളുണ്ട്. അതായത് എനിക്ക് പൊട്ടിട്ടുകൊണ്ട് ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ എന്നെ സൂക്ഷിച്ച് നോക്കും. അതൊക്കെ എത്രയോ വഞ്ചനയാണ് ചേച്ചി പറഞ്ഞത്. ഇപ്പോൾ കെ കരുണാകരൻ എന്ന് പറയുന്ന മനുഷ്യൻ ഈ ഗുരുവായൂർ അമ്പലത്തിൽ പോവുകയും അദ്ദേഹം ദൈവഭക്തനാവുകയും ചെയ്യുന്നതിൽ വേറൊരു സമുദായത്തിൽപ്പെട്ടവർക്കും അദ്ദേഹത്തിനോട് ഒരു പരിഭവം ഉണ്ടായില്ല.
രാഷ്ട്രീയമായ വിയോജിപ്പുണ്ടാവും, ചിലപ്പോൾ ചില നടപടികളോട് വിയോജിപ്പുണ്ടാവും, കരിങ്കാലി എന്ന് വിളിച്ചിട്ടുണ്ടാവും, അഴിമതിക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അദ്ദേഹം കുറി തൊട്ടതുകൊണ്ടോ അല്ലെങ്കിൽ ശബരിമല പോകുന്നതുകൊണ്ടോ ഒന്നും ആരും ഒന്നും ഈ പറഞ്ഞിട്ടേ ഇല്ല. അതുപോലെ ഒരിക്കൽ പോലും ഈ പറഞ്ഞ പത്മേച്ചിയെയോ അല്ലെങ്കിൽ മുരളിയേട്ടനെയോ ഒന്നും ഒരാൾ പോലും, കാരണം കരുണാകരൻ സാറിൻ്റെ ഏറ്റവും വിശ്വസ്തരായ സർക്കിളിൽ നല്ലൊരു ശതമാനം പേര് മുസ്ലിങ്ങളായിരുന്നു പലരും. ഞാനിപ്പോൾ പേരുകൾ പറഞ്ഞാൽ ചിലരെ വിട്ടുപോകും, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. പക്ഷേ അതിനൊന്നും യോജിക്കാത്ത, ഒരു നെറിയുമില്ലാത്ത ചില പ്രയോഗങ്ങൾ BJP-യിൽ ചേർന്നതിന് ശേഷം ചേച്ചി നടത്തി. കഴിഞ്ഞുപോയി. പക്ഷെ എനിക്ക് സങ്കടമൊന്നുമില്ല. സങ്കടമില്ല എന്നാണ് സത്യം. ഞാൻ ഏറ്റവും അധികം പ്രാർത്ഥിക്കുന്ന ഗുരുവായൂരപ്പനാണ് സത്യം. എനിക്ക് എന്റെ മനസ്സിൽ ഇതൊന്നും ബാധിച്ചിട്ടില്ല. അതുകൊണ്ടായിരിക്കും എനിക്കിങ്ങനെ സന്തോഷമായിട്ട് നടക്കാൻ പറ്റുന്നത്. ഞാൻ എപ്പോഴും പോസിറ്റീവ് തിങ്കിങ് ആണ്. അതെനിക്ക് വിധിച്ചതല്ല എന്നാണ്. കാരണം അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഒരു സുനാമിമാരെയുള്ളൊരു ഇതും മറ്റേ കോൺഗ്രസിനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ആരാണെന്നില്ല കൈപ്പത്തി നോക്കി അല്ലെങ്കിൽ ലീഗിനെ നോക്കി കുത്തി LDF-നെ പുറത്താക്കുക എന്നുള്ളത് കൊണ്ടാണ്. അതിൽ ഞാനൊന്നൊരു വ്യക്തികളല്ല. അത് ഈ പറഞ്ഞ മാതിരി എന്നോടുള്ള ദേഷ്യം കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമല്ല. പക്ഷെ ഈ പറഞ്ഞ മാതിരി ചില ആൾക്കാർക്ക് ഉണ്ടാവാം, അങ്ങനെ ഇതാവണ്ട. അങ്ങനെ നല്ല ആൾക്കാരും ഉണ്ടാവും, നല്ല ആൾക്കാരുണ്ടാവും. അപ്പൊ പക്ഷെ ഒരു കാര്യമുണ്ട് ചേച്ചിക്ക് ദൈവം ഒരുപക്ഷെ ഒരു ശാപമോക്ഷം നൽകാൻ തീരുമാനിച്ചിരുന്നത് ഇത്തവണ ആയിരുന്നിരിക്കാം. അതിനവിടെ എഴുതിയും വെച്ചിട്ടുണ്ടായിരുന്നിരിക്കാം, പത്മജ ഇപ്രാവശ്യം നമുക്ക് ജയിപ്പിക്കണമെന്ന്. ദൈവത്തിൻ്റെ സന്നിധിയിൽ. പക്ഷേ പത്മജയെ നോക്കിയപ്പോൾ ജയിക്കുന്ന പക്ഷത്ത് പത്മജയെ കാണാനില്ല. അപ്പോഴേക്കും പത്മേച്ചി ഈ ദൈവം എന്നൊക്കെ പറഞ്ഞതും പിന്നെ ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ വരുന്നത് പോലെയാണ്, ഞാൻ വിധിയിൽ വിശ്വസിക്കുന്ന ആളാണ്, എനിക്ക് പ്രത്യേകിച്ച് അതിൽ ഇഷ്ടങ്ങളോ അതോ ഇതോ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞൊക്കെ ഈ പറയുന്ന ഒരു കാര്യങ്ങളൊക്കെ പറച്ചിലിൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ പോലും പ്രവൃത്തിയിൽ അങ്ങനെ ഉണ്ടെന്ന് മനുഷ്യർക്ക് തോന്നുന്നില്ല. ചേച്ചി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ന്യായക്കൂട്ടിൽ വിധിക്കൂട്ടിലിരുന്ന് വിധിക്കുന്ന ഒരു ജഡ്ജിയേക്കാൾ നല്ല ജസ്റ്റിഫയിങ് അനാലിസിസ്, ഒരു കാര്യത്തെ വിശകലനം ചെയ്യാനുള്ള അനലിറ്റിക്കൽ സ്കില്ല് ഒരുപാട് സാധാരണക്കാർക്കുണ്ട്. അതുകൊണ്ട് ചേച്ചി ചെയ്യേണ്ടത് ഒരു വശത്തിരുന്ന് മാത്രം ചിന്തിക്കാതെ ഈ മറുവശത്ത് ആൾക്കൂട്ടത്തിലും തെരുവിലും ഈ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നടന്ന കോൺഗ്രസ്സുകാരുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ടും കരുണാകരൻ സാറിനെ സ്നേഹിച്ചിരുന്നവരുടെ ആ കാലത്ത് നിന്നുകൊണ്ടും അന്ന് ചേച്ചി അനുഭവിച്ച പ്രിവിലേജുകളൊക്കെ ഒരു കാലത്തൊക്കെ നിന്നുകൊണ്ട് വേണം അതിനെ വിലയിരുത്താൻ. നല്ല ആൾക്കാരുണ്ടാവും. അപ്പൊ ആ രീതിയിൽ ഞാൻ അത് പഠിച്ചു. പക്ഷെ എനിക്കറിയാം എന്നെ സ്നേഹിക്കുന്ന കുറെ ആൾക്കാർ ഇപ്പോഴും തൃശ്ശൂരുണ്ട്. അതുകൊണ്ട് ഞാൻ തൃശ്ശൂരിൽ നിന്ന് പോവാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ അവിടെ വരും, എല്ലാവരുടെ വീട്ടിലും വരും, എല്ലാവരുടെ സുഖ ദുഃഖങ്ങളിൽ ഞാൻ പങ്കുചേരും. അതും ഒരു മനസ്സിന്റെ സുഖമല്ലേ, അതിന് അധികാരം വേണ്ടല്ലോ. വേണ്ട, അതിന് ഒരു അധികാരവും വേണ്ട, അതിന് ഒറ്റ അഡ്രസ്സ് മതി. ആ അഡ്രസ്സ് എന്താ? പത്മജ വേണുഗോപാൽ എന്നുള്ള ഇപ്പോഴത്തെ അഡ്രസ്സല്ല, കെ കരുണാകരൻ്റെ മകൾ എന്നുള്ള അഡ്രസ്സ്. തൃശ്ശൂരും കേരളവുമൊക്കെ താലോലിച്ചിരുന്ന, ഇഷ്ടപ്പെട്ടിരുന്ന, ഇന്നും പറയുന്ന ആ മനുഷ്യനുണ്ടായിരുന്നെങ്കിൽ കേരളത്തിൽ വർഗീയത ഉണ്ടാവില്ലായിരുന്നു എന്ന് ഇന്നും ഒരുപാട് മനുഷ്യർ പറയുന്ന ആ കരുണാകരൻ്റെ മകൾ എന്നുള്ള ഒരു മേൽവിലാസം മാത്രം മതി. എന്ന് പറയുന്നത് കുട്ടിക്കാലം തൊട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്റെ പിതാവ് ഞാൻ ജനിക്കുമ്പോ MLA, അപ്പൊ അറിയാലോ ഏതിലേക്കൊക്കെ കടന്നുപോയിരുന്നു. അപ്പൊ ഇതിനൊക്കെ ഇത്രയേ ഉള്ളൂ എന്നുള്ളത് എനിക്ക് നല്ലോണം അറിയാം. ഇത് കഴിഞ്ഞാൽ ഇത് കേട്ടാ എന്നെ ചീത്ത വയ്ക്കുന്ന ആൾക്കാരും ഉണ്ടാവും. ഞാൻ എന്റെ ജീവിതത്തിൽ കേൾക്കാത്ത തെറികള്. കുട്ടിക്കാലം തൊട്ട് നമ്മുടെ വീട്ടിൽ നല്ല ഭാഷയെ സംസാരിക്കുള്ളൂ, അത് അമ്മയ്ക്ക് നിർബന്ധമായിരുന്നു. പക്ഷെ ഞാൻ കേൾക്കാത്ത, എനിക്ക് ചോദിക്കാനുള്ളത്, ഇവർക്കൊന്നും അമ്മയും പെങ്ങന്മാരൊന്നും ഇല്ലേ? ആരെങ്കിലും അവരങ്ങനെ വിളിച്ചാൽ അവർക്ക് എത്ര വേദനിക്കും? ഒരു രാഷ്ട്രീയം എന്ന് വെച്ചിട്ട് വ്യക്തിപരമായിട്ടൊന്നും ഞാൻ പറയരുത്. വ്യക്തിപരമായിട്ട് ഞാൻ ഇന്ന് വരെ ആരെങ്കിലും പറയുന്നത് കണ്ടിരുന്നു. എന്റെ സഹോദരൻ തന്നെ എന്നെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒന്നും വേണ്ടിയിട്ടില്ല. കാരണം ചേട്ടന് പറയാനുള്ള അവകാശം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് അത് ശരിയാണ്. അക്കാര്യത്തിൽ പത്മജ വേണുഗോപാൽ രാഷ്ട്രീയമായി വിയോജിച്ചെങ്കിലും ആ മുരളിയേട്ടൻ എന്ന് പറയുന്ന ഒരു സ്ഥാനത്തിനോട് യോജിക്കാത്ത തരത്തിൽ ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ല. അത് 100% ശരിയാണ്. ഞാൻ പലപ്പോഴും അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. പല അച്ഛനും മക്കളുമൊക്കെ റോഡിൽ കിടന്ന് വടിയുണ്ടാക്കുകയും വഴക്കുണ്ടാക്കുകയും ഒക്കെ ചെയ്തപ്പോഴും അങ്ങനെ ഒന്നും സംസാരിച്ചിട്ടില്ല പത്മജ ചേച്ചി. അത് കറക്റ്റാണ്. അപ്പോഴത്തേക്ക് ഒരു സങ്കടം കൊണ്ട് എനിക്ക് വരികയായിരുന്നു. ഇപ്പൊ അതുമില്ല. ഇതിപ്പോ സാധാരണ കേൾക്കുന്ന ഒരു വിഷയം, അത്രയേ ഉള്ളൂ. പിന്നെ അദ്ദേഹത്തിന്റെ നിലനിൽപ്പ് നോക്കണ്ടേ? അദ്ദേഹത്തെ വേറെ പാർട്ടിയിൽ നിൽക്കുമ്പോ എന്നെ ചീത്ത വിളിച്ചാലേ പറ്റുള്ളൂ പറഞ്ഞു വരും. പിന്നെ ഇന്നൊരു കാര്യമുണ്ട്, നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയിൽ ഇരിക്കുമ്പോ നമ്മളെ വെക്കാൻ ആൾക്കാരുണ്ടാവും. ചേട്ടൻ അങ്ങനെ പറഞ്ഞു, ഞാൻ പറഞ്ഞോട്ടെ, അതെന്റെ ചേട്ടനല്ല, നമുക്ക് വേദനിക്കേണ്ട കാര്യമില്ലല്ലോ. എന്റെ ചേട്ടൻ എന്നെ അല്ലേ പറഞ്ഞപ്പോ എനിക്കല്ലേ വേദനിക്കണേ? എനിക്ക് വേദനയൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം. ഞാൻ ഇനി എന്റെ ഒരു ചെറിയ എന്റെ ദിവസങ്ങള്
ആയിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. കാരണം എന്നെ നിങ്ങൾ അറിയണം. ഞാൻ നല്ലതാണ്. അങ്ങനെ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന രീതിയിൽ ഏത് പാർട്ടിയും ആയിക്കോട്ടെ, വർഗീയതയും വിദ്വേഷവും പൊട്ടിട്ടപ്പം നോക്കി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് പണ്ട് അച്ഛനെ അച്ഛനാക്കിയ ഒരു സമൂഹത്തെയും ഒരു നാടിനെയും ഒക്കെ മറന്ന് ആ മേൽവിലാസം മാത്രം ഇപ്പോഴും കൈമുതലായിട്ടുള്ള പത്മേച്ചി അതിനൊന്നും മുതിരാതെ നല്ല രീതിയിൽ ആളുകളെ കാണുകയും ഇടപെടുകയും നല്ല വിഷയങ്ങളിൽ വർത്തമാനം പറയുകയും ഒക്കെ ചെയ്ത് നന്നായി മുന്നോട്ട് പോവുക. ആശംസകൾ.